നമസ്തേ. നിലമ്പൂരിൽ അഴകുള്ളവനെ അച്ഛ എന്ന് വിളിക്കുന്ന LDFും UDFും വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ള സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പ്രതിപക്ഷ നേതാവ് സതീശൻ സാറ് സാക്ഷ്യപത്രം നൽകി. ജമാഅത്തെ ഇസ്ലാമിയെ കോൺഗ്രസും മദനിയുടെ PDPയെ CPMും പങ്കുവെച്ചെടുത്ത സാഹചര്യത്തോട് പ്രതികരിക്കുകയായിരുന്നു നമ്മുടെ സാറ്. കോളറയാണോ വസൂരിയാണോ ഭേദമെന്ന് ചോദിക്കുന്നതിന് തുല്യമാണ് PDP ആണോ ജമാഅത്തെ ഇസ്ലാമിയാണോ ഭേദമെന്ന് ചോദിക്കുന്നതും. സതീശൻ സാറ് പറഞ്ഞത് ശരിയാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് രാഷ്ട്രീയ നിലപാടുണ്ട്. എന്താണ് ആ നിലപാട്? ശരീഅത്ത് നിയമപ്രകാരം ഭരിക്കപ്പെടുന്ന ആഗോള ഇസ്ലാമിക സമൂഹത്തെ സൃഷ്ടിക്കലാണ് അവരുടെ മുഖ്യ ലക്ഷ്യം. 1941 സയ്യിദ് അബ്ദുൽ അല മൗദൂദി ഇന്ത്യയിൽ സ്ഥാപിച്ചതാണ് ഈ സംഘടന. അന്ന് മുതൽ അവർ അതിനുവേണ്ടി പണിയെടുക്കുന്നുമുണ്ട്. ഇസ്ലാം മാത്രമാണ് ഏക ഹലാൽ മതം എന്നവർ വിശ്വസിക്കുന്നു. ബാക്കി എല്ലാ മതങ്ങളും ഹറാമാണ്. സാമൂഹ്യ, സാംസ്കാരിക, സാമ്പത്തിക, രാഷ്ട്രീയ, ആധ്യാത്മിക വ്യവസ്ഥകളെ ശരീഅത്ത് നിയമം നിയന്ത്രിക്കണം എന്നവർ ലക്ഷ്യമാക്കുന്നു. ഇസ്ലാം മതവും അനിസ്ലാമിക മതങ്ങളും പരസ്പര വിരുദ്ധങ്ങളാണ്. കലിമയാണ് സംഘടനയുടെ കേന്ദ്ര തത്വം. എന്താണ് കലിമ? അല്ലാഹു മാത്രമാണ് ഒരേ ഒരു ദൈവം. മുഹമ്മദ് അന്ത്യപ്രവാചകനാണ്. ഖുർആൻ മാത്രമാണ് ഒരേ ഒരു വിശുദ്ധ ഗ്രന്ഥം. അല്ലാഹുവിന്റെ അന്ത്യവിധി എന്നിവയിൽ വിശ്വസിക്കുകയും അതുപ്രകാരം ജീവിക്കുകയും ചെയ്യുന്നതാണ് കലിമ. ഇത് പ്രകാരമുള്ള ജീവിത വ്യവസ്ഥ സ്ഥാപിക്കാനായി ജിഹാദ് ചെയ്യുക, ഇസ്ലാം വിരുദ്ധ മതസ്ഥരെ ഇസ്ലാമിൽ എത്തിച്ചു ഏകദൈവ വിശ്വാസികളാക്കുക, പാശ്ചാത്യ ആശയ സംഹിതകളോടും ജീവിത രീതിയോടും അകലം പാലിക്കുക, ബഹുദൈവ വിശ്വാസികളെയും ബിംബ ആരാധകരെയും അകറ്റി നിർത്തുക തുടങ്ങിയ കാര്യങ്ങളിലും വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും വേണം. ജമാഅത്തെ ഇസ്ലാമി മനുഷ്യനിർമ്മിത നിയമത്തിൽ വിശ്വസിക്കുന്നില്ല. അവർ വിശ്വസിക്കുന്നത് ദൈവ നിർമ്മിത നിയമത്തിലാണ്. സ്വാഭാവികമായും അവർക്ക് മനുഷ്യനിർമ്മിതമായ ഇന്ത്യൻ ഭരണഘടനയിലും ജനാധിപത്യ നിയമനിർമ്മാണ വ്യവസ്ഥയിലും വിശ്വാസമില്ല. കലിമയിൽ വിശ്വസിക്കുന്ന ആർക്കും ആ സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കാവുന്നതുമാണ്. ഇതെല്ലാം അറിയാതെയാണ് സതീശൻ ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുചേരുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അദ്ദേഹം സാഹിത്യ നിരൂപകൻ കൂടിയായ വായനക്കാരനാണ്. അടുത്ത ചോദ്യം ഇതാണ്: ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയഗതിയുമായി സതീശൻ സാറ് യോജിക്കുന്നുണ്ടോ? ഈ സാറിന്റെ പാർട്ടിക്ക് അതിനോട് യോജിപ്പുണ്ടോ? PDPയുമായി മാർക്സിസ്റ്റ് പാർട്ടി യോജിക്കുന്നു. അവർ മുമ്പ് ജമാഅത്തെ ഇസ്ലാമിയുമായി യോജിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ഞങ്ങളും യോജിക്കുന്നു എന്ന വാദം. എല്ലാവരും കക്കുന്നു, അതുകൊണ്ട് ഞങ്ങളും കക്കുന്നു എന്ന് പറയുന്നതിന് തുല്യം അതല്ല. തെരഞ്ഞെടുപ്പിൽ 4 വോട്ട് കിട്ടുന്നതിന് വേണ്ടിയാണ് കൂട്ടുചേരുന്നത് എന്നാണ് വാദമെങ്കിൽ അത് അഴകുള്ളവനെ അച്ഛ എന്ന് വിളിക്കുന്നതിന് തുല്യവുമാണ്.